ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒറിഗാമി പേപ്പർ കൊണ്ടൊരു ഡ്രാഗനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ളൊരു പേപ്പർ എടുക്കുക. അളവ് ഞാനതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇനി ഈ പേപ്പർ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ മടക്കിയെടുക്കാം. ഇനി അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തെ രണ്ട് സൈഡുകളും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഒരു വശം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വശവും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ഭാഗം കൂടിയിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. മിക്ക ക്രാഫ്റ്റുകളുടെയും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മടക്കിയ പേപ്പർ നിവർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡുകൾ ഉള്ളിലേക്കായിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ ചെയ്യാം. ഇനി അത് സെൻറ്ററിൽ നിന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം സിസർ ഉപയോഗിച്ചിട്ട് ഇത് അതേപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ സൈഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് അതേപോലെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത ഭാഗം മുകളിലേക്കാക്കി പിടിക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും താഴേക്കായിട്ട് മടക്കി കൊടുക്കാം. നമ്മൾ മടക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമ്മൾ മടക്കിയ ഭാഗം ഇതേ രീതിയിൽ മുകളിലേക്കാക്കിയിട്ട് മടക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡുകളിലുമായിട്ട് 4 ട്രയാങ്കിൾ പോർഷനിലുള്ള പേപ്പറുകളായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ അതിലെ ഓരോന്നായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം. മടക്കാൻ ഉദ്ദേശിക്കുന്ന വശത്തിൻ്റെ സൈഡ് ആദ്യം മുകളിലേക്കായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിലേക്ക് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. അടുത്ത 3 ഭാഗങ്ങളും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഏത് സൈഡാണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന വശത്തിൻ്റെ പേപ്പർ രണ്ട് സൈഡിലേക്കുമായിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു മടക്കി വീണ ഭാഗത്ത് രണ്ട് ലൈൻ ക്രോസ് ചെയ്യുന്ന പോലെ ഒരു പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഭാഗം സെൻറ്ററിലേക്കായിട്ട് അതേ രീതിയിൽ മടക്കിയെടുക്കുക. അതിനുശേഷം ആ ഭാഗം മുകളിലേക്കാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കുക. ഇപ്പോൾ മടക്കുന്ന ഭാഗം നമ്മൾ ഫസ്റ്റ് മടക്കിയതിൻ്റെ അതേ ലെവലിൽ തന്നെ കൊണ്ടുവരാം. ഇനി നമ്മൾ ഹെഡ് പോർഷനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഏത് ഭാഗത്തേക്കാണോ പേപ്പർ എക്സ്ട്രാ പുറത്തേക്കായി നിൽക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഹെഡ് പോർഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പേപ്പർ താഴേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇതേ രീതിയിൽ മടക്കിയെടുക്കാം.
മടക്കി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗങ്ങൾ നിവർത്തിയിട്ട് അതിൻ്റെ സൈഡുകൾ ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കാം. ഇനി അത് ഇതേപോലെ നന്നായി ചേർത്ത് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ആ പേപ്പറിൻ്റെ അറ്റം ചെറുതായിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കുക. മടക്കി കഴിഞ്ഞ പേപ്പർ നിവർത്തി ആ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് വെക്കാം. ഇനി അതിൻ്റെയും അറ്റത്ത് വരുന്ന ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് മുകളിലേക്കാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രാഗൻ്റെ ഹെഡ് പോർഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രാഗൻ്റെ ടെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ബാക്കിൽ വരുന്ന പേപ്പർ ഇതേ രീതിയിൽ താഴേക്കാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചിറകുകൾ ഫ്രണ്ടിലേക്കാക്കി വയ്ക്കാം. എന്നിട്ട് ടെയിലിന് അടുത്തായിട്ട് പുറത്തേക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ആ പേപ്പർ ഉള്ളിലേക്കാക്കി ഈ രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം ആ ഭാഗം നിവർത്തി ഈ കാണുന്ന ഗ്യാപ്പിലേക്കാക്കി ഒരിക്കൽ കൂടി ഒന്ന് മടക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത സൈഡും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് രണ്ട് സൈഡും ഒരേ ലെവലിൽ തന്നെയാണോ വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മടക്കി കൊടുക്കാനായിട്ട്. ഇനി ടെയിലിൻ്റെ പോർഷൻ എടുക്കാം. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്കി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം നിവർത്തി ആ സൈഡുകൾ ഉള്ളിലേക്കാക്കി വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കാം. മടക്കി കഴിയുമ്പോൾ ആ ഭാഗങ്ങൾ ഇതേപോലെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ഇനി ടെയിൽ സ്ലൈറ്റായിട്ടൊന്ന് വളച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഡ്രാഗൻ്റെ ലെഗ്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 4 പേപ്പറുകൾ താഴേക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ പേപ്പറിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയ പേപ്പർ നിവർത്തുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഉള്ളിലേക്കായിട്ട് വയ്ക്കുക. രണ്ട് സൈഡുകളും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ലെഗ്സും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ണുകൾ വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.